അതായത് ബിറ്റ്കോയിൻ ETF-ന്റെ ഡിസിഷൻ ഇങ്ങനെ വെയിറ്റിംഗിൽ നിൽക്കായിരുന്നു. പ്രമുഖ മേജർ അസറ്റ് കമ്പനികൾ ബ്ലാക്ക് റോക്ക്, ഫെർട്ടിലിറ്റി പോലത്തുള്ള കമ്പനികളൊക്കെ ETF രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്പോട്ട് രജിസ്ട്രേഷന് വേണ്ടിയിട്ട്. അപ്പൊ 2 ദിവസത്തിന് മുമ്പ് ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. എല്ലാ കമ്പനികളെയും അതിന് തൊട്ടാഴ്ച മുമ്പ് എല്ലാ കമ്പനികളെയും റിജക്ട് ചെയ്യുമെന്ന് പറഞ്ഞ ന്യൂസ് ഉണ്ട്. അതിന്റെ ഭാഗമായിട്ട് മാർക്കറ്റ് നല്ലൊരു അതിനുശേഷം ഈ 2-3 ദിവസം മുമ്പത്തെ ലിസ്റ്റിംഗ് അപ്രൂവ് ചെയ്യുമെന്നുള്ള ന്യൂസ് വന്നു. എല്ലാ മാർക്കറ്റും ഏകദേശം 47,000, ബിറ്റ്കോയിൻ ഏകദേശം 47,000. അപ്പൊ ആ കാരണത്തിൽ നിൽക്കെ SCSEയുടെ, അതായത് അമേരിക്കൻ എക്സ് അക്കൗണ്ട്, അതായത് ട്വിറ്റർ ഹാൻഡിൽ ഹാക്ക് ആവുകയും അതിനുശേഷം എല്ലാതും കൊണ്ട് അപ്രൂവ് ആവും എന്നുള്ളൊരു ന്യൂസ് ട്വിറ്റർ ഹാൻഡിൽ അവർ ഇട്ടുണ്ടായിരുന്നു, അതായത് എക്സിന്റെ ഹാൻഡിൽ ഇട്ടുണ്ടായിരുന്നു. അതിനുശേഷം SEC ചെയർമാൻ അത് നിഷേധിക്കുകയും ഉണ്ടായി. അതിന്റെ ഭാഗമായിട്ട് ക്രിപ്റ്റോ കറൻസിയുടെ ഡൗൺ ട്രെൻഡ് കാണാൻ പറ്റി. ഏകദേശം $48,000 വരെ മാർക്കറ്റ് ഹൈപ്പ് വന്നു ഇരുന്നെങ്കിലും പെട്ടെന്ന് അവിടെ നിന്ന് അങ്ങോട്ട് മാർക്കറ്റ് 46,000 രൂപയാണ് രാവിലെ 9:00 10-ാം തീയതി ജനുവരിയില്. പക്ഷെ ഇത് ഏകദേശം 45-ന്റെ അടുത്തേക്ക്, അതായത് $2,000 അടുത്തേക്ക് മാർക്കറ്റിനെ ക്രാഷ് ചെയ്യിച്ചു. നിങ്ങൾ ഗ്രാഫ് കണ്ടാൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഏകദേശം നല്ല രീതിയിൽ ചുവന്ന കളറായിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ന്യൂസാണ് ഇന്നത്തെ ന്യൂസ്. ഓക്കെ, ബൈ.